പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സന്തോഷം കൊണ്ടോ ദുഃഖം കൊണ്ടോ കരഞ്ഞിട്ടില്ലാത്ത ആരും ഈ വീഡിയോ കാണുകയോ കേൾക്കുകയോ ചെയ്യരുത്. എല്ലാ കണ്ണുനീരിനും ഉപ്പ് രസമാണ്. കണ്ണ് കരഞ്ഞാൽ ഉടനെ നമ്മുടെ അടുത്ത് എത്തുന്ന അവയവം നമ്മുടെ കരമാണ്. കരം കൊണ്ടാണ് നമ്മൾ ആശ്വസിപ്പിക്കുന്നതും തലോടുന്നതും അതോടൊപ്പം തന്നെ വേദനിക്കുന്നവരെ സാന്ത്വനപ്പെടുത്തുന്നതും. ഒരു കണ്ണുകൊണ്ട് മാത്രം ആരും കരയാറില്ല. ഒരു കണ്ണ് കരഞ്ഞാൽ അപ്പുറത്തെ കണ്ണും കരയും. ഇതാണ് സാഹോദര്യം, കണ്ണിൻ്റെ സാഹോദര്യം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വേദനിപ്പിക്കുന്നത് ഇത് മാതാപിതാക്കൾ, ഒരുപക്ഷെ ഗുരുക്കന്മാർ, ദൈവം തമ്പുരാൻ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഭാര്യ, ഭർത്താവ്, മക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ ഒക്കെയുമാകാം സന്തോഷവും ദുഃഖവും തരുന്നത്. ഒരിക്കൽ യുദ്ധഭൂമിയിൽ രണ്ട് പട്ടാളക്കാർക്ക് വളരെ സീരിയസ് ആയിട്ട് മുറിവുണ്ടായി. ഒരാൾ ഏതാണ്ട് മരിക്കാറായി കിടക്കുക. അദ്ദേഹത്തിൻ്റെ മുറിവ് ശിരസ്സിനാണ് പറ്റിയിരിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഭാഗത്തും വെടിയുണ്ട, അതായത് ഹൃദയത്തിന് തൊട്ട് താഴെ വെടിയുണ്ട കൊണ്ടിട്ടുണ്ടായി. മരിക്കുമെന്ന് പുള്ളിക്ക് ഉറപ്പാണ്, വലിയ ശ്വാസമില്ല. എന്നാൽ തൊട്ടപ്പുറത്ത് ഒരു പട്ടാളക്കാരൻ രണ്ട് കരങ്ങളും നഷ്ടപ്പെട്ട് കിടപ്പുണ്ട്. പുള്ളിക്ക് രണ്ട് കരങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഏതാണ്ട് മരിക്കാറായി കിടക്കുന്ന പട്ടാളക്കാരൻ പറഞ്ഞു, ആരെങ്കിലും രക്ഷിക്കാൻ വന്നാൽ ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ നീ പറയണം, എൻ്റെ കരങ്ങൾ രണ്ടും നിനക്ക് തരാൻ ഞാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന്. പ്രിയപ്പെട്ട സുഹൃത്തേ, ഈ ദുഃഖ വെള്ളിയാഴ്ച ഒരാടെയെങ്കിലും കണ്ണീരൊപ്പാൻ, അല്ലെങ്കിൽ സന്തോഷം വർദ്ധിപ്പിക്കുന്ന കണ്ണീരാകാൻ, ദുഃഖം ആകുന്ന കണ്ണീര് കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ആ പട്ടാളക്കാരനെ പോലെ, നിങ്ങൾക്കും എവിടെയോ യേശു ക്രിസ്തുവിൻ്റെ ഒരു മുഖഭാവം ഉണ്ട്. നന്മയുടെ നല്ല ദിവസം. എല്ലാ മനുഷ്യരുടെയും കണ്ണുനീരിൽ ഒരു കഥയുണ്ട് എന്ന് മാത്രം ഓർക്കുക. ജോൺസൺ കരൂർ.